ഹലോ, കപ്പ കൊണ്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. കപ്പ ഇഷ്ടമില്ലാത്ത മലയാളികളൊന്നുമില്ലല്ലോ. കപ്പ കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം അല്ലേ. അത് ഇന്നൊരു പാൽക്കപ്പ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൽക്കപ്പ. അതിനായിട്ട് ഞാൻ 3/4 കിലോ കപ്പ കുറച്ച് ഉപ്പ് ചേർത്ത് കുക്കറിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഒരു വിസലിനായിട്ട് വയ്ക്കുന്നുണ്ട്. വിസിൽ പോയതിന് ശേഷം കപ്പ അത്യാവശ്യം ഇതുപോലെയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കപ്പ. അതിന് ശേഷം ഈ വെള്ളം മാറ്റിയിട്ട് ഞാനിതൊരു ഉരുളിയിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ വേവിച്ചു മാറ്റിയ കപ്പയിലേക്ക് ഞാനൊരു 5-6 കൊച്ചുള്ളി ചതച്ചതും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചതും പിന്നെ ഒരു 4 പച്ചമുളകും കൂടെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 3/4 വേവിലെടുത്തിരിക്കുന്ന ഈ കപ്പ ഇനി മുങ്ങി ഒന്ന് വേവാൻ പാകത്തിന് ഉള്ള തേങ്ങാപ്പാലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് 2-ാം പാലോ 3-ാം പാലോ ഒക്കെ ഇട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ശേഷം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. തേങ്ങാപ്പാൽ തിളച്ചതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ തിളച്ച് വരുന്ന കപ്പ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. കാരണം തേങ്ങാപ്പാലായതുകൊണ്ട് പെട്ടെന്ന് ചട്ടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തേങ്ങാപ്പാലൊന്ന് കപ്പയിൽ നന്നായിട്ട് കുറുകി വരുന്നവരെയും ഇതൊന്ന് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസ് അറിയിക്കണം. പാൽക്കപ്പ എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ അതിലും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് മീൻ കറിയോ അല്ലെങ്കിൽ ബീഫോ ചിക്കൻ കറിയോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ 2-ാം പാലും 3-ാം പാലും കൂടെ ചേർന്ന് കപ്പ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ അത്യാവശ്യം കപ്പയിൽ നന്നായിട്ട് പിടിച്ചിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം. ഇത് 1-ാം പാലാണ്. ഇത് ഞാൻ 1 ഗ്ലാസ്സോളം 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കോൺഫ്ലോറും നമ്മുടെ 1-ാം പാലും കൂടെ ഞാൻ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിലേക്കൊന്നും വെക്കേണ്ട, ചെറു തീയിലൊന്ന് തിളപ്പിച്ചാൽ മതി. പിന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കാരണം ഈ കോൺഫ്ലോറും 1-ാം പാലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ കപ്പയുടെ ടെക്സ്ചർ തന്നെ ഒന്ന് മാറും, നന്നായിട്ടൊന്ന് കുറുകും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറു ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ വെളിച്ചെണ്ണ ആണെങ്കിൽ അത്രയും രുചിയാണ്. അതിനുശേഷം അതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂണോളം കടുക് ഇടുന്നുണ്ട്. കടുകും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു 3-4-5 വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. വറ്റൽമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ വറ്റൽമുളകിൻ്റെ ഫ്ലേവർ നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഒരു 5 എണ്ണം ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം കട്ടിയില്ലാത്ത രീതിയിൽ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാടൻ വിഭവമാകുമ്പോൾ എന്തായാലും കറുക് പൊട്ടിക്കുമ്പോൾ നമുക്ക് കറിവേപ്പില അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. കുറച്ചധികം കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് നമ്മുടെ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പയുടെ ഫ്ലെയിമൊക്കെ നിങ്ങൾ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ നമ്മുടെ കടുക് താളിച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ചൂട് എണ്ണയിലിരിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തും അത് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ പാൽക്കപ്പയ്ക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി റെസിപ്പിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ വിഭവം തന്നെയാണ്. നമ്മുടെ ചാനലിൽ പ്രീ കിച്ചൻ ഹോം മെയ്ഡ് കുക്കിംഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കണ്ട് നോക്കുക, അതുപോലെ ഉണ്ടാക്കി നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു.